ഹലോ ഫ്രണ്ട്സ്, പബ്ലിക് ഇൻ്റർനാഷണൽ ലോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ലോ ആൻഡ് മുനിസിപ്പൽ ലോയ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഈ ഇൻ്റർനാഷണൽ ലോയുടെ മുനിസിപ്പൽ ലോയുടെയും റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി വേരിയസ് ജൂറിസ്റ്റുകൾ വേരിയസ് തിയറീസ് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിലെ മെയിൻ തിയറീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോണിസം. റിഡ്, കെൽസൺ, ഡുഗീറ്റ് ഇവരൊക്കെയാണ് മോണിസത്തിൻ്റെ പ്രൊമിനൻ്റ് എക്സ്പോണൻസ്. ഇനി ഈ എക്സ്പോണൻസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലോ എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് ബ്രാഞ്ച് ഓഫ് നോളജ് ആണ്. ഓക്കെ, എന്താണ് ലോ എന്ന് പറയുന്നത്? ഒരു യൂണിഫൈഡ് ബ്രാഞ്ച് ഓഫ് നോളജ് ആണ്. ഈ തിയറി പ്രകാരം ഇൻ്റർനാഷണൽ ലോയും സ്റ്റേറ്റ് ലോ എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെ കമ്പോണൻസ് ഒന്ന് തന്നെയാണ്. വൺ സിസ്റ്റം ഓഫ് ലോ ഇൻ ജനറൽ എന്നാണ് പറയുന്നത്. ഓക്കെ, കമ്പോണൻസ് എന്താണ്? വൺ സിസ്റ്റം ഓഫ് ലോ ഇൻ ജനറൽ ആണ്. ഇനി മോണിസ്റ്റിക് റൈറ്റേഴ്സിൻ്റെ വ്യൂവിൽ ഇൻ്റർനാഷണൽ ലോയും മുനിസിപ്പൽ ലോയും കണക്റ്റഡ് വിത്ത് ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് വിത്ത് ഈച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ക്ലോസ് കണക്ഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ടു ബ്രാഞ്ചസ് ഓഫ് യൂണിഫൈഡ് നോളജ് ഓഫ് ലോ ആണ്. പിന്നെ ഹ്യൂമൻ കമ്മ്യൂണിറ്റിക്ക് ആപ്ലിക്കബിൾ ആണ്. പിന്നെ അതുപോലെ പറയുന്നത് ഇൻ ദ അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് ലോ മാൻ ഈസ് ദ റൂട്ട് ടു ഓൾ ലോസ്. എല്ലാ ലോയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യനാണ്. എല്ലാ നിയമങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്. ഇൻ്റർനാഷണൽ ലോയുടെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ കണ്ടക്റ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു മീഡിയം വഴി ഹ്യൂമൻ കണ്ടക്റ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻ്റർനാഷണൽ ലോ. ഓക്കെ, അപ്പോൾ ഈ ഹ്യൂമൻ കണ്ടക്റ്റിനെ ഇൻ്റർനാഷണൽ ലോയെ മനുഷ്യനെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുകയല്ല, പക്ഷേ എന്താണ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. സ്റ്റേറ്റ് ഈസ് മെയ്ഡ് ഫോർ ദ ഹ്യൂമൻ ബീങ്സ്. സ്റ്റേറ്റ് എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്? മനുഷ്യന് വേണ്ടി, ഹ്യൂമൻ ബീങ്സിന് വേണ്ടിയാണ്. ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട് ഫോർ ദ സ്റ്റേറ്റ്. ഹ്യൂമൻ ബീങ്സ് സ്റ്റേറ്റിന് വേണ്ടിയല്ല, പക്ഷേ എന്താണ്, സ്റ്റേറ്റ് ഹ്യൂമൻ ബീങ്സിന് വേണ്ടിയാണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ് ഉണ്ട്, പക്ഷേ അവിടെ ഹ്യൂമൻ ബീങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതാണ് കാര്യം. ഇനി ഡ്യുവലിസത്തിൻ്റെ എക്സ്പോണൻസ് എന്ന് പറയുന്നത് ട്രിപ്പലും അൻസ്ലോട്ടിയുമാണ്. ഇവരുടെ കാഴ്ചപ്പാടിൽ ഇൻ്റർനാഷണൽ ലോയും സ്റ്റേറ്റ് ലോയും സെപ്പറേറ്റ് ലോസ് ആണ്. ഇത് തമ്മിൽ യാതൊരു തരത്തിലുമുള്ള റിലേഷൻഷിപ്പ് ഇല്ലെന്നാണ് പറയുന്നത്. ട്രിപ്പൽ പോയിൻ്റ് ഔട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലോയുടെ സബ്ജക്റ്റാണ്. അതാണ് വ്യത്യാസം. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റ്, സ്റ്റേറ്റുകളാണ് ഇൻ്റർനാഷണൽ ലോയുടെ സബ്ജക്റ്റ്. ഇനി ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ വില്ല് വഴിയാണ്. ഇനി ഒറിജിൻ ഓഫ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകളുടെ വില്ലാണ്. കോമൺ വില്ല് ഓഫ് ദ സ്റ്റേറ്റ് വെച്ചിട്ടാണ് ഇൻ്റർനാഷണൽ ലോ ഉണ്ടായിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ് ലോയോ, ഇപ്പം നമ്മളുടെ ഇന്ത്യയിൽ ഒരു നിയമം നിർമ്മിച്ചു എന്ന് വെക്കുക, അത് അവിടെ നമ്മൾ ഇന്ത്യയുടെ മാത്രം ഇൻട്രസ്റ്റേ എടുക്കുന്നുള്ളൂ, അല്ലാതെ പുറത്തു നിന്നുള്ള ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ അമേരിക്കയുടെയോ ഒന്നും ഇൻട്രസ്റ്റ് വഴിയല്ല ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നത്. അതേസമയം ഇൻ്റർനാഷണൽ ലോ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മാത്രം സമ്മതം പോരാ. അവിടെ എന്ത് വേണം? സ്റ്റേറ്റുകളുടെ, ഈ പറഞ്ഞ അമേരിക്കയുടെയും ചൈനയുടെയും പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെയും അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളുടെയും കൂടെ വില്ല് വെച്ചായിരിക്കും എന്തുണ്ടാക്കുന്നത്? ഇൻ്റർനാഷണൽ ലോ ഉണ്ടാക്കുന്ന. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി ആൻസലോട്ടി ഹാസ് ട്രൈഡ് ടു എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ലോ ആൻഡ് സ്റ്റേറ്റ് ലോ ഇൻ ഡിഫറെൻറ്റ് വേ. ആൻസലോട്ടി എന്താണ് ചെയ്തത്? ഇൻ്റർനാഷണൽ ലോയും സ്റ്റേറ്റ് ലോയും അതിൻ്റെ ഡിഫറൻസുകൾ പല രീതിക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്തു. According to him, there is a difference between fundamental principles of international law and state. സ്റ്റേറ്റിൻ്റെയും ഇൻ്റർനാഷണൽ ലോയുടെയും ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്നാണ് ഇവിടെ ആൻസലോട്ടി പറയുന്നത്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഈ സ്റ്റേറ്റ് ലോയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അവിടുത്തെ ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന ലോസ്, അവർ ഇനാക്ട് ചെയ്യുന്ന ലോസ് ആയിരിക്കും. ഇനി ഇൻ്റർനാഷണൽ ലോയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാക്ട് സൺ സർവൻ്റെ ആണ്. വിച്ച് മീൻസ് എഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആർ ടു ബി ഫോളോഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. എന്താണ്? സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലെത്തുന്നു, ആ എഗ്രിമെൻറ്റ് ഗുഡ് ഫെയ്ത്തോടു കൂടി സ്റ്റേറ്റ് ഫോളോ ചെയ്യുന്നു. അതാണ് പാക്ട് സൺ സർവൻ്റെ. അപ്പോൾ ഇൻ്റർനാഷണൽ ലോയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഏതാണ്? പാക്ട് സൺ സർവൻ്റെയും മുനിസിപ്പൽ ലോയുടെ എന്ന് പറയുന്നത് എന്താണ്? ലെജിസ്ലേച്ചർ ഇനാക്ട് ചെയ്യുന്ന ലോയുമാണ്. ഇനി ഡ്യുവലിസ്റ്റിക് തിയറി ഇൻ്റർനാഷണൽ ലോയിലും പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലോയിലും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലീഗൽ സിസ്റ്റംസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഈ രണ്ട് ലീഗൽ സിസ്റ്റംസും എൻറ്റയർലി ഡിഫറൻറ്റുമാണ്. ഡ്യുവലിസ്റ്റിക് തിയറി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ എക്സ്പോണൻസ് പറയുന്നത് രണ്ടും എന്താണ്? ഇൻ്റർനാഷണൽ ലോയും മുനിസിപ്പൽ ലോയും രണ്ടും ഡിഫറൻ്റ് ആണ്. ഇവർ തമ്മിൽ യാതൊരു ക്ലോസ് കണക്ഷനുമില്ല. അത് പറയുന്നതിന് വേണ്ടി 3 പ്രിൻസിപ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്, 3 റീസൺസ് ഇവിടെ പറയുന്നുണ്ട്.
ഒന്നെന്ന് പറയുന്നത് സോഴ്സുകൾ, ഇൻ്റർനാഷണൽ ലോയുടെയും മുനിസിപ്പൽ ലോയുടെയും സോഴ്സ് വ്യത്യാസമാണ്. മുനിസിപ്പൽ ലോ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ബില്ലും പിന്നെ ഇൻ്റർനാഷണൽ ലോയുടെ സോഴ്സ് എന്ന് പറയുന്നത് കോമൺ ബിൽ ഓഫ് ദ സ്റ്റേറ്റ്സുമാണ്. ഇനി സബ്ജക്റ്റ് വ്യത്യാസമുണ്ട്. മുനിസിപ്പൽ ലോയിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റിലേഷനാണ്. ഇൻ്റർനാഷണൽ ലോയിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത്. പിന്നെ സാങ്ഷൻസ് വ്യത്യാസമുണ്ട്. സാങ്ഷൻസ് എന്ന് പറയുമ്പോൾ പണിഷ്മെൻറ്റ്. മുനിസിപ്പൽ ലോയിൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സാങ്ഷൻ ഉണ്ടായിരിക്കും. ഒരു ലോ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രോങ് ആയിട്ടൊരു പണിഷ്മെൻറ്റ് കിട്ടും. പക്ഷേ ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത് വീക്കർ സാങ്ഷനാണ്. അവിടെ ഈ വലിയ രീതിയിലുള്ള പണിഷ്മെൻറ്റ്സ് ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ ക്രിറ്റിസിസം നോക്കിക്കഴിഞ്ഞാൽ മോണിസം എന്ന് പറയുന്നത് കുറച്ചും കൂടെ സൗണ്ട് തിയറിയാണ്. പക്ഷേ പ്രാക്ടീസിലേക്ക് വന്നു കഴിയുമ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല, ഈ തിയറി ഫോളോ ചെയ്യുന്നില്ല. സോവറിൻ സ്റ്റേറ്റ് ഈസ് നോട്ട് ആബ്സല്യൂട്ട്ലി ബൗണ്ട് ബൈ ഇൻ്റർനാഷണൽ ലോ. സോവറിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലോയിൽ ബൗണ്ട് ചെയ്യുന്നില്ല. സ്റ്റേറ്റ് ഇൻ്റർനാഷണൽ ലോ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്? ദേ ഗേവ് കൺസെൻറ്റ് വഴിയാണ്, അവരുടെ സമ്മതം വഴിയാണ്. അല്ലാതെ അവരെ നിർബന്ധിച്ച് നമുക്ക് ഫോളോ ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിയത്തില്ല. ഇൻഡിവിജ്വൽ ഇൻ ദ സ്റ്റേറ്റ് മേ നോട്ട് ബി പണിഷ്ഡ് ഫോർ വയലേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ലോ. ഇൻ്റർനാഷണൽ ലോ വയലേറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റിലെ ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് പണിഷ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഡ്യുവലിസ്റ്റിക് തിയറി എന്ന് പറയുന്നത് ഈസ് ഓൾസോ നോട്ട് ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഡ്യുവലിസ്റ്റിക് തിയറിയും പൂർണ്ണമായും കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയത്തില്ല. ദ ട്രൂത്ത് ലൈസ് സംവെയർ ബിറ്റ്വീൻ ദീസ് ടു കോൺഫ്ലിക്റ്റിംഗ് തിയറീസ്. ഈ രണ്ട് കോൺഫ്ലിക്റ്റിംഗ് തിയറിയുടെ എവിടെയോ ആയിട്ട് ഇതിൻ്റെ ആ ഒരു ട്രൂത്ത് കിടപ്പുണ്ട്. അത് എവിടെയാണെന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി സ്റ്റേറ്റ് പ്രാക്ടീസസ് റിഗാർഡിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ലോ ആൻഡ് മുനിസിപ്പൽ ലോ. ഇൻ്റർനാഷണൽ ലോയും മുനിസിപ്പൽ ലോയും തമ്മിലുള്ള ആ ഒരു സ്റ്റേറ്റ് പ്രാക്ടീസിൻ്റെ ആ റിലേഷൻഷിപ്പ് നോക്കുക. അതിൽ ഫസ്റ്റ് പറയുന്നത് ബ്രിട്ടീഷ് പ്രാക്ടീസാണ്. ബ്രിട്ടീഷ് പ്രാക്ടീസിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? കസ്റ്റമറി ആൻഡ് ട്രീറ്റി റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ ഇൻ ദ മുനിസിപ്പൽ ഫീൽഡ് ക്യാൻ ബി സ്റ്റഡീഡ് അണ്ടർ 2 ഹെഡ്സ്. 2 ഹെഡ്സിലാണ് നമുക്ക് ഈ ബ്രിട്ടീഷ് പ്രാക്ടീസിൻ്റെ ഇതിനെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രാക്ടീസ് ഇൻ റിഗാർഡ് ടു കസ്റ്റമറി റൂൾസ്. ബ്രിട്ടനിൽ എങ്ങനെയാണ് കസ്റ്റമറി റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോയെ ബ്രിട്ടീഷ് ലോയുടെ തന്നെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ബ്രിട്ടീഷ് കോർട്ട് കസ്റ്റമറി റൂൾസിനെ എന്തായിട്ട് കണക്കാക്കുന്നു? റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോസ് പാർട്ട് ഓഫ് ദെയർ ഓൺ ലോ. അവരുടെ നിയമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കസ്റ്റമറി റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോയെ ബ്രിട്ടൻ കണക്കാക്കുന്നത്. എന്നിരുന്നാലും റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ ഷുഡ് നോട്ട് ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ബ്രിട്ടീഷ് സ്റ്റാറ്റ്യൂട്ട്സ്. ബ്രിട്ടീഷ് സ്റ്റാറ്റ്യൂട്ട്സുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഇംഗ്ലണ്ടിലെ ഹയസ്റ്റ് കോടതിയുടെ ഡിസിഷനുമായിട്ടോ കോൺട്രറി ആയിട്ട് ഒരിക്കലും ഈ കസ്റ്റമറി റൂൾ ഓഫ് ഇൻ്റർനാഷണൽ ലോ വരാൻ വേണ്ടി പാടില്ല. ഇഫ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ബ്രിട്ടൻ വൺസ് ഡിറ്റർമൈൻ സ്കോപ്പ് ഓഫ് കസ്റ്റമറി റൂൾ ഓഫ് ഇൻ്റർനാഷണൽ ലോ, ഒരു തവണ ഇംഗ്ലണ്ടിലെ ഹയസ്റ്റ് കോർട്ട് അവരുടെ സ്കോപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കസ്റ്റമറി റൂൾ ഓഫ് ഇൻ്റർനാഷണൽ ലോ പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ബ്രിട്ടനിലെ എല്ലാ കോടതികളും എന്താണ് അത് ബൗണ്ട് ചെയ്യേണ്ട, അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, അത് പിന്നെ കസ്റ്റമറി റൂൾസ് പിന്നെ എന്ത് ചെയ്യണം? ഹയസ്റ്റ് കോടതി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കോടതികളും അത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതാണ് ബ്രിട്ടീഷ് പ്രാക്ടീസ് വിത്ത് റിഗാർഡ് ടു ട്രീറ്റി റൂൾസ്. ബ്രിട്ടനിൽ എന്താണ്? പ്രാക്ടീസ് റിഗാർഡിംഗ് റൂൾ ലേഡ് ഡൗൺ ബൈ ട്രീറ്റീസ് ആർ ഡിഫറൻറ്റ് ഫ്രം ദ പ്രാക്ടീസ് ഇൻ റിഗാർഡ് ടു കസ്റ്റമറി റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ. കസ്റ്റമറി റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോയും പിന്നെന്താണ് ബ്രിട്ടീഷിൽ ദ പ്രാക്ടീസ് റിഗാർഡിംഗ് റൂൾ ലേഡ് ഡൗൺ ബൈ, ഈ ട്രീറ്റീസിൽ ലേ ഡൗൺ ചെയ്തിരിക്കുന്ന റൂൾസും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രീറ്റി റൂൾസ് എന്ന് പറയുന്നത് കൺസേൺഡ് വിത്ത് ബ്രിട്ടീഷ് പ്രാക്ടീസുമായിട്ട് കൺസേൺഡ് ആണ് ട്രീറ്റി റൂൾസ് എന്ന് പറയുന്നത്. ആക്ട് ഓഫ് പാർലമെൻറ്റ് ഇത് ട്രാൻസ്ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ സ്പെസിഫിക്കലിയോ അഡോപ്റ്റ് ചെയ്തിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും എന്താവത്തില്ല, മുനിസിപ്പൽ സ്പിയറിൻ്റെ അല്ലെങ്കിൽ ആ മുനിസിപ്പൽ ലോയുടെ സ്പിയറിലേക്ക് ട്രാൻസ്ഫോം ആകാറില്ല. ഓക്കെ, ബ്രിട്ടീഷ് പ്രാക്ടീസ് ഈസ് ദാറ്റ് ദ കോർട്ട് വിൽ നോട്ട് അപ്ലൈ സച്ച് ഓട്ടോമാറ്റിക്കലി ഇൻ ദ മുനിസിപ്പൽ സ്പിയർ. ഈ ട്രീറ്റീസ് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് മാറ്റാറില്ല. ഇനി ഏതൊക്കെ കൈൻഡ്സ് ഓഫ് ട്രീറ്റീസിനാണ് പാർലമെൻറ്റിൻ്റെ ആക്ട് ഓഫ് പാർലമെൻറ്റ് ഒരു എന്താണ് ഇംഗ്ലണ്ടിൽ ഓപ്പറേറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പിന്നെ ആക്ട് ഓഫ് പാർലമെൻറ്റിൽ പാസ്സാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ട്രീറ്റി ബ്രിട്ടീഷ് സിറ്റിസൺസിൻ്റെ റൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് പോലെ ഉണ്ടാക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബ്രിട്ടീഷ് സ്റ്റാറ്റ്യൂട്ടോ അല്ലെങ്കിൽ കോമൺ ലോയോ മോഡിഫൈ ചെയ്യുകയോ അമെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റിയാണ് എന്നുണ്ടെങ്കിൽ ആക്ട് ഓഫ് പാർലമെൻറ്റ് വേണം. ഇനി ട്രീറ്റീസിൻ്റെ അകത്ത് ക്രൗണിന് അഡീഷണൽ പവർ കൊടുക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് അഡീഷണൽ ഫിനാൻഷ്യൽ ബർഡൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ട്രീറ്റീസ് ഇൻവോൾവിങ് സിസേഷൻ ഓഫ്
ബ്രിട്ടീഷ് ടെറിട്ടറി വിട്ടുകൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ട്രീറ്റീസ് ഉണ്ടാക്കുന്നു. ഈ 5 സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഈ കാര്യങ്ങൾ ഓപ്പറേറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ ആക്ട് ഓഫ് പാർലമെൻറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് അമേരിക്കൻ പ്രാക്ടീസാണ്. കസ്റ്റമറി റൂൾസിലേക്ക് വരുമ്പോൾ അമേരിക്കയിൽ കസ്റ്റമറി റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോയ് പിന്നെ എങ്ങനെയാണോ ആസ് പാർട്ട് ഓഫ് അമേരിക്കൻ ലോയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രാക്ടീസിലെ പോലെ തന്നെയാണ് അമേരിക്കയിലും കസ്റ്റമറി പ്രാക്ടീസ് വരുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പക്വേട്ട ഹവാന കേസ് എന്ന് പറയുന്നത്. ഇനി ട്രീറ്റി റൂൾസിലേക്ക് വരുമ്പോൾ ട്രീറ്റി റൂൾസ് ബ്രിട്ടീഷിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ്. അമേരിക്കയിലെ ട്രീറ്റി റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സെൽഫ് എക്സിക്യൂട്ടിംഗ് ട്രീറ്റീസും നോൺ സെൽഫ് എക്സിക്യൂട്ടിംഗ് ട്രീറ്റീസ്. അതിൽ സെൽഫ് എക്സിക്യൂട്ടിംഗ് ട്രീറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഗനിസ്റ്റ് ആയിട്ടായിരിക്കും. നോൺ സെൽഫ് എക്സിക്യൂട്ടിംഗ് ട്രീറ്റീസ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടിംഗ് ട്രീറ്റീസ് എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഗനിസ്റ്റ് ആയിരിക്കത്തില്ല. നോൺ സെൽഫ് എക്സിക്യൂട്ടിംഗ് ട്രീറ്റീസ് എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഗനിസ്റ്റ് ആയിട്ടായിരിക്കും. ഇനി ഇന്ത്യൻ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ കസ്റ്റമറി റൂൾസിൽ ഇൻ ഇന്ത്യൻ കസ്റ്റമറി റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ ആർ ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് ഇന്ത്യൻ ലോയുടെ ഭാഗമായിട്ട് തന്നെയാണ് കസ്റ്റമറി റൂൾസിനെ കണക്കാക്കുന്നത്. പക്ഷേ എന്തായിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷനോ ലെജിസ്ലേറ്റീവ് ഇനാക്ട്മെൻറ്റിനോ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് വരാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തേത് ട്രീറ്റി റൂൾസ് എന്ന് പറയുമ്പം ഇന്ത്യ ഓൾസോ ഫോളോ മോർ ഓർ ലെസ് ബ്രിട്ടീഷ് പ്രാക്ടീസ് പോലെയാണ് ഇന്ത്യയിലും ട്രീറ്റി റൂൾസിനെ കണക്കാക്കുന്നത്. ഓർഡിനറി ഇൻ്റർനാഷണൽ ലോ ബിക്കം പാർട്ട് ഓഫ് മുനിസിപ്പൽ ലോ ഓൺലി ഇഫ് ഇറ്റ് ഹാസ് ബീൻ സ്പെസിഫിക്കലി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർനാഷണൽ ട്രീറ്റി ലോയെ മുനിസിപ്പൽ ലോയായിട്ട് കണക്കാക്കാറുള്ളൂ. ഇനി ജോളി ജോർജ് വർഗീസ് വേഴ്സസ് ബാങ്ക് ഓഫ് കൊച്ചിൻ എന്ന് പറഞ്ഞൊരു കേസ് പറയുന്നുണ്ട്. അവിടെ സുപ്രീം കോടതി പറഞ്ഞ എന്താണ്, ഇൻ്റർനാഷണൽ കൺവെൻഷണൽ ലോ മസ്റ്റ് ഗോ ത്രൂ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ഇൻ ടു മുനിസിപ്പൽ ലോ ബിഫോർ ദ ഇൻ്റർനാഷണൽ ട്രീറ്റി ക്യാൻ ബിക്കം ആൻ ഇൻറ്റേർണൽ ലോ ഓർ മുനിസിപ്പൽ ലോ എന്നാണ് ജോളി ജോർജ് വർഗീസ് വേഴ്സസ് ബാങ്ക് ഓഫ് കൊച്ചിൻ എന്ന് പറഞ്ഞ കേസിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, മുനിസിപ്പൽ ലോ ആയിരിക്കും ഇവിടെ പ്രിവെയിൽ ചെയ്യുന്നത്. ട്രീറ്റി ലോയേക്കാളും അല്ലെങ്കിൽ ട്രീറ്റി റൂളിനേക്കാളും മുനിസിപ്പൽ ലോയ്ക്കായിരിക്കും പ്രാധാന്യം എന്നാണ് ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മറ്റൊരു ഇതുണ്ട്, റാൻ ഓഫ് കച്ച് അവാർഡ്. ഇവിടെ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു. കച്ച് ടെറിട്ടറിയുടെ മുകളിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഡിസ്പ്യൂട്ട് എന്ത് ചെയ്തു, ഇൻ്റർനാഷണൽ ട്രൈബ്യൂണലിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രൈബ്യൂണൽ എന്തു ചെയ്തു, ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ഈ കച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെറിട്ടറി പാകിസ്ഥാന് സറണ്ടർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എന്തോ ചെയ്തു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ടെറിട്ടറി പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് സറണ്ടർ ചെയ്തു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇന്ത്യൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലോയെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലോയെ അപ്ലൈയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ ലോയും മുനിസിപ്പൽ ലോയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്